മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി ലിൻഡു റോണി. ലിൻഡുവിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട്. നേരത്തെയും ലിൻഡുവിൻ്റെ വാർത്തകൾ പ്രേക്ഷകർ കാതൂർത്തിരിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴിതാ ലിൻഡുവിനെ അവിടെ നിന്ന് ബാൻ ചെയ്തു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലിൻഡു തന്നെ പങ്കുവച്ചിരിക്കുന്നത്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ വളരെയധികം അപൂർവമായി കാണുന്നൊരു ന്യായമാണ് ഇപ്പോൾ ലിൻഡു പറയുന്നത്. ലിൻഡുവിനെ അവിടെ നിന്ന് ഇറക്കാനുള്ള പ്രധാന കാരണം ലിൻഡു പരസ്യമായി അഭിപ്രായം വെളിപ്പെടുത്തി എന്നതുകൊണ്ടാണ് എന്നാണ് ലിൻഡു പറയുന്നത്. ലിൻഡുവിൻ്റെ വാക്കുകൾ വളരെയധികം വിശ്വസനീയമായി തന്നെ തോന്നുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും അധികം അഡ്വാൻസ് ആയി ചിന്തിക്കുന്നൊരിടത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൂടാ എന്നിപ്പോഴും ഉണ്ടല്ലോ എന്നത് ആശ്ചര്യമായിരിക്കുന്നു എന്നും, പക്ഷേ നടിയുടെ വാക്കുകൾ ഞങ്ങൾക്ക് വിശ്വാസമാണെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. നടി ലിൻഡുവിനെ ഞങ്ങൾക്ക് വളരെയധികം വിശ്വാസമാണെന്ന് പ്രേക്ഷകർ പറയുന്തോറും സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. ലിൻഡുവിൻ്റെ വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന ലിൻഡുവിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും. ലിൻഡു ഒരു നല്ല മികച്ച നടി തന്നെയാണ്. എന്നാൽ ഇപ്പോൾ UK വളരെയധികം സെറ്റിലായിട്ടുള്ള ലിൻഡു യൂട്യൂബിലൂടെയാണ് കൂടുതലും ശ്രദ്ധ നേടുന്നത്. എന്നാൽ ഇപ്പോൾ ലിൻഡു പോകുന്ന പള്ളിയിൽ നിന്നും ബാൻ ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ബയോളജി സംസാരിക്കുന്നത് പോലെയും ക്ലാസ് എടുക്കുന്നത് പോലെയും എനിക്ക് തോന്നി. അത് ഞാൻ പ്രതികരിച്ചു. അതിലെന്താണ് തെറ്റ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഞായറാഴ്ച പ്രസംഗിച്ച ബ്രദറുടെ പ്രസംഗം ക്ലാസ് പോലെ നീണ്ടുപോയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതാണ് ലിൻഡുവിനെ പള്ളിയിൽ നിന്നും ബാൻ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് എന്ന് പറയാം. സംഭവത്തെക്കുറിച്ച് ലിൻഡു പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ ബാൻ ചെയ്തത് UK ലസ്റ്ററിലുള്ള ഒരു ചർച്ചാണ് എന്നാണ് പറയുന്നത്. ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് മുടക്കാറില്ല. അത് എന്നെ മമ്മി പഠിപ്പിച്ചൊരു ശീലമാണ്. എത്ര അവശതകളുണ്ടെങ്കിലും അത് ഞാൻ മുടക്കാറില്ല. അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടെത്താനും പറയാം. പല ചർച്ചകളിലും ഗസ്റ്റായി ഞാൻ പോയിട്ടുണ്ട്. സർവീസ് ചെയ്യാനും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അതിലൊന്നും ഞാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. 2 ആഴ്ച മുൻപ് ഒരു പുതിയ ചർച്ചിലായിരുന്നു ഞാൻ പോയത്. ഞാൻ പള്ളിയിൽ പോകുമ്പോൾ പാട്ടും പ്രസംഗവും വീഡിയോയും ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ ഞാൻ പങ്കെടുക്കാൻ എത്തിയവരുടെ ഫേസ് അവോയ്ഡ് ചെയ്താണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ 2 ആഴ്ച മുൻപ് എന്നെ ബാൻ ചെയ്ത പള്ളിയിൽ പോയപ്പോൾ ബ്രദർ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ബയോളജി ക്ലാസ് എടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനാൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് ക്ലാസ് എടുക്കുന്നത് കേൾക്കാനല്ല, പ്രസംഗം കേൾക്കാനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നീട് പുള്ളി നന്നായി പ്രസംഗിച്ചു. പുള്ളിയെ മാറ്റി നിർത്തി പറഞ്ഞാൽ മതിയായിരുന്നുവെന്നും പരസ്യമായി പറയേണ്ടിയിരുന്നില്ല എന്നും എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നമ്പർ എടുത്ത് അദ്ദേഹത്തിനെ വിളിച്ചു. ദൈവകൃപയാൽ തന്നെ, ദൈവത്തിൻ്റെ പേരിൽ തന്നെ ഞാൻ അദ്ദേഹത്തിനോട് ക്ഷമയും ചോദിച്ചു. പിന്നീട് അടുത്ത ആഴ്ച ആയപ്പോൾ ആ ചർച്ച് എന്നെ ബാൻ ചെയ്തു. അന്നവർ പള്ളിയിൽ അത് വിളിച്ചു പറഞ്ഞു. പരസ്യമായ അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് എന്നെ പള്ളി ബാൻ ചെയ്തതെന്ന്, അതിലെനിക്ക് കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. തെറ്റ് ചെയ്തതിന് ബാൻ ചെയ്തവരാണെങ്കിൽ എത്രയോ പള്ളികൾ എങ്ങനെ ബാൻ ചെയ്യേണ്ടി വരുമെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ആ വിഷയത്തിൽ ബ്രദറിനെ വിളിച്ച് ദൈവനാമത്തിൽ ഞാൻ സോറി പറഞ്ഞതാണെന്ന് പറയുന്നു. പള്ളിയിൽ പോയാലേ ദൈവം പ്രാർത്ഥന കേൾക്കൂ. ഇങ്ങനെയൊന്നുമില്ലല്ലോ. ചർച്ചിൽ നിന്ന് എന്നെ വിളിച്ചതുപോലും പറഞ്ഞില്ല. പാസ്റ്ററെങ്കിലും വിളിച്ചു പറയണമായിരുന്നു എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതുപോലെ ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.